ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങളുമായിട്ടുമാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പാട്ടുവിശേഷങ്ങൾ നിയന്ത്രിക്കുന്ന ബസാദ് സാറാണ്. അപ്പൊ ഇന്നത്തെ മ്യൂസിക് തെറാപ്പിയില് സാർ ഒരു പ്രത്യേക ടോപ്പിക്കാണ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ബസാദ് സാറിനെയും. ബസാദ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. Camera settings ഓക്കെ സാർ, താങ്ക് യു സബു സാർ, ഇങ്ങനൊരു അവസരം തന്നതിന്. ഇന്നിപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഇവിടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നും എൻ്റെ വേറൊരു ടോപ്പിക്ക് ഞാനത് പാട്ടുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുത്തി എടുക്കുകയാണ്. കാരണം ഇത് പാട്ട് നേരത്തെ ഇല്ലാണ്ടിരുന്നൊരു ടോപ്പിക്കായിരുന്നു. ഞാനിത് വേറൊരു അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ട് എടുത്താണ്. ഇന്നത് ഞാൻ പാട്ടായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്നിവിടെ എടുക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടാവണം. പാടാൻ അറിയാവുന്നവരെല്ലാം പാടുക. പാടാനായിട്ടുള്ള ചില ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത്. ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് കാലം എന്നാണ് ടോപ്പിക്കിന്റെ പേര്. കാലം ഒരു താളം എന്നാണ്. അപ്പൊ കാരണം പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയോണ്ട് അതിനകത്തൊരു താളം കൂടും ആഡ് ചെയ്തു. എല്ലായിടത്തിലും താളമാണല്ലോ. നമ്മുടെ ജീവിതം തന്നെ ഒരു താളമാണ്. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പറയും താളം തെറ്റിയുള്ളൊരു ജീവിതമാണെന്നൊക്കെ. എല്ലാത്തിനും ഉണ്ട് താളം. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു താളമുണ്ട്. ആ ഒരു താളത്തിലാണ് ഈ യൂണിവേഴ്സ് തന്നെ നിലനിൽക്കുന്നത്. എല്ലാത്തിനും ഒരു സ്പന്ദനമുണ്ട്. നമ്മുടെ കോശങ്ങളാണെങ്കിലും കല്ലിനാണെങ്കിലും മണ്ണിനാണെങ്കിലും എല്ലാത്തിനും, മരങ്ങൾക്ക് ആണെന്നോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പൾസുണ്ട്, സ്പന്ദനമുണ്ട്. ആ ഒരു സ്പന്ദനത്തിനാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ. അതിനകത്ത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക്കിൽ ചിലർക്കെല്ലാം പാട്ട് പാടാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ പാട്ട് പാടാനായിട്ട് പറ്റുന്നവരെല്ലാവരും പാടണം. ഫോട്ടോ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായി. ഷെയർ വന്നില്ല. ലാപ്ടോപ്പ് അല്ലേ താഴെയായിട്ട്? സൂം കാണാനല്ലേ? സൂമിന്റെ സ്ക്രീൻ കാണാവോ? സൂമിന്റെ കാണാം. ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് മൈനസ് നമ്മുടെ മിനിമൈസ് ചെയ്തിട്ടാ. നേരത്തെ പരിപാടിയിൽ സാധനം ഇതായി പോയിരുന്നു. എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. നാട്ടിലിപ്പോ ഗുഡ് ഈവനിങ് ആണ്, വൈകുന്നേരം ആയിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇപ്പൊ ഒരു സന്ധ്യ കഴിഞ്ഞോ സാറേ? അവിടെ അല്ലേ സന്ധ്യ കഴിഞ്ഞു? ഇരുട്ടായോ? സന്ധ്യ മയങ്ങിയോ അവിടെ? ഹലോ, ആരുമില്ലേ സാറേ? കുറച്ച് ഇരുട്ടായി സാറേ. അതെയോ? എന്നാ നമുക്ക് സന്ധ്യ മയങ്ങുന്നേർന്നുള്ള ആ പാട്ടൊന്ന് പാടിയാലോ? ഹലോ,
ആരുമില്ലേ? സാറേ പാട്ടുകാരാരുമില്ലേ? വരികള് ഓർമ്മയില്ല സാറേ. ഞാനൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക യാത്രയില്. വരികൾ ഓർമ്മയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാലേ എൻ കണ്ണീർ പാറുന്നോരലയാലേ തെളിയുന്നേരോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ എൻ ജീവനാളം എന്നിലെ നാളം ആടുന്നു നീളേ കാണും നെഞ്ചാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ. ബ്രഹ്മയുഗം കണ്ടവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ബ്രഹ്മയുഗം കണ്ടായിരുന്നോ മമ്മൂട്ടിയുടെ? ഹലോ, ബ്രഹ്മയുഗം. ഹലോ, എല്ലാരും ഉറക്കാവുന്ന, എല്ലാരും വൈകുന്നേരം ചായ കുടിച്ചു വന്നില്ലേ? ഹലോ, കേൾക്കാവോ ആർക്കെങ്കിലും? കേൾക്കാം സാർ. ഹലോ, ആ, ബ്രഹ്മയുഗം കണ്ടായിരുന്നോ ഫിലിം? ഇല്ല. ഇല്ല. ഓക്കെ. ഇതിനകത്ത് കാലത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് ബ്രഹ്മയുഗത്തിനകത്ത്. അതില് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്താണെന്ന് വെച്ചാൽ. കാലം പോലെ കലങ്ങി മറഞ്ഞൊരു പുഴ വേറെയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും. കേൾക്കാമായിരുന്നു. ഹലോ, കേൾക്കായിരുന്നോ? ഓക്കെ. കാലം പോലെ കലങ്ങി മറിഞ്ഞൊഴുകുന്നൊരു പുഴയില്ല. അതില് പറയുന്നൊരു ഇത് അർജുൻ അശോകൻ മമ്മൂട്ടി എടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് പറയുന്നതാണ് ഇത്. കാരണം അർജുൻ അശോകനെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊരു കാട്ടില് ഒറ്റപ്പെട്ടിട്ട് അവിടെ ഒരു ഇല്ലത്തിൽ ചെന്നിട്ട് പെടുവാണ്. അപ്പം അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ആൾക്ക് പറ്റുന്നില്ല. അവിടെ വെച്ചിട്ട് അവിടുന്ന് പറയുന്ന ഒരു ഡയലോഗാണിത് അർജുൻ അശോകന്റെ അടുത്ത്. എനിക്കിതിവിടെ ക്ലിയർ അല്ല. എന്നെ കാണാൻ പറ്റുന്നില്ല. അതില് ഈ സമയത്തെ പറ്റി പറയുന്നുണ്ട്. സമയത്തെ പറ്റിയിട്ട്, കാലത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ ചില പാട്ടുകളെല്ലാം സമയവും കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിപ്പോ ഇവിടെ എടുക്കുന്നത്.
നമ്മൾ എന്താണ് സമയം, നമ്മൾ സമയം എത്രയായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്താണ് സമയം എന്ന് ആരും ചോദിക്കാറില്ല. ആർക്കെങ്കിലും പറയാവോ എന്താണ് സമയം എന്നുള്ളത്? ഹലോ, ഹലോ, എന്താണ് സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്നില്ല ഇവിടെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? വേണുഗോപാൽ സാർ. സാറേ, കാലത്തെ അളക്കുന്നതല്ലേ സമയം? കാലത്തെ അളക്കുന്നതാണ് സമയം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും? ടൈം ഈസ് ടൈം ആണല്ലോ പിന്നെ ടൈം ഈസ് മണി. ഓക്കെ, വേറെ ഇപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ, മിനിമം അല്ലേ പറഞ്ഞത്? ടൈം ഈസ് മണി അല്ലേ? ഓക്കെ, ഇത് കാണുന്നതിന് വേണ്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടമ്മ അല്ലേ? മാമിന് ഇപ്പൊ ഉണ്ടല്ലോ പൈസ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ടൈം മാം ഉണ്ടല്ലോ ഇത് കാണാനായിട്ട് ഈ വെബിനാറിന് വേണ്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. മാമിന് പൈസ കിട്ടുന്നുണ്ടോ? ഇതിന്റെ കാര്യമല്ല സാർ, നമ്മള് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ കാശുണ്ടാക്കാനാണെങ്കിലും. അപ്പം ആ സമയത്തിന്നല്ലേ നമ്മള് ഓരോ അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ടൈം ഈസ് ഈക്വൽ ടു മണി ആവുന്നുള്ളൂ അല്ലേ? എപ്പോഴും ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ എന്നെല്ലാം പറയുമ്പോൾ അത് എപ്പോഴും എല്ലായിടത്തും ഏത് അവസ്ഥയിലും അത് കറക്റ്റ് ആവണത്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ടൈം ഈസ് പ്രീഷ്യസ്. ഓക്കെ, കാരണം ഒരു ടൈമിന് അതിന് നിർവചനം എന്ന് പറഞ്ഞാൽ പല രീതിയിലാ. ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു സ്ട്രോക്ക് ആയിട്ട് പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലാന് ഇച്ചിരി കുറച്ച് സമയം നഷ്ടപ്പെട്ടാല് അതവിടെ വലിയൊരു നഷ്ടമാണ്, ജീവൻ ഇല്ലാതായി പോകും. അതുപോലെ വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് അവർ പേരൻസ്, ചിൽഡ്രൻ. അതൊക്കെ വളരെ പ്രഷ്യസ് ആണ് അല്ലേ? ഓക്കെ, നമുക്ക് അതിലേക്കെല്ലാം വരുന്നുണ്ട്. സാറേ, ജീവിതയാത്രയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സമയല്ലേ? നമ്മുടെ ജീവിതയാത്രയിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഘടകം. നമ്മുടെ സമയത്തെ പറ്റിയിട്ട് ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിരിക്കുന്ന ഒന്നാണ് സമയം. ഇപ്പൊ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ യെസ്, വെരി ഗുഡ്. ഇതിനകത്ത് ഖലീൽ ജിബ്രാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖലീൽ ജിബ്രാൻ ഒരു ബുക്കുണ്ട്, ദ പ്രോഫിറ്റ്. ഇത് തന്നെ മലയാളത്തിലുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? ഹലോ. And an astronomer said, "Master, what of time?" He answered, "You would measure time, the measureless and the immeasurable." Yes. ഇത് അൽ മുസ്തഫ എടുത്തൊരു ആണ് ചോദിച്ചത്. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണിത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു, അളക്കാൻ പറ്റാത്തതിനെ അളക്കാൻ ശ്രമിക്കുന്നതുമാണ് സമയം എന്നാണ്. അളക്കാൻ പറ്റാത്തതും അളക്കാൻ പറ്റാത്തതിനെ അളക്കാൻ ശ്രമിക്കുന്നതുമാണ് സമയം എന്ന് ആണ് ഖലീൽ ജിബ്രാന്റെ ആ ഒരു ബുക്കില് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതുണ്ടല്ലോ ശരിയാണോ ഇല്ലയോന്നൊക്കെ ഉള്ളത്. ഈ സമയത്തെ പറ്റിയിട്ട് പഠിക്കുന്ന വലിയൊരു ശാഖ തന്നെയുണ്ട്, സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നത്. അതിന് പറയുന്നതാണ് ഹോറോളജി. ഈ സൈക്കോളജി എല്ലാം പോലെ തന്നെ എന്താണ് സമയം എന്നതിനെ പറ്റി പഠിക്കുന്നതാണ് ഇത്. ഇതിനകത്ത് ടൈം ഓൺലി എക്സിസ്റ്റ് as the universe exists. ഈ യൂണിവേഴ്സും ആരംഭിച്ചപ്പോ തൊട്ട് സമയമുണ്ട്.
എന്നുവരെ ഈ ഒരു ഈ ഈ യൂണിവേഴ്സ് ഉണ്ടാവും, അതുവരെ സമയമുണ്ട്. യൂണിവേഴ്സും സമയവും രണ്ടല്ല, അത് ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ, ഒന്നിന് തന്നെ നിൽപ്പുള്ളൂ എന്നുള്ളൊരു തത്വമാണ്. ടൈം പോകുന്നത് മുമ്പോട്ടേക്കാണ്, ഒരു ഡയറക്ഷനകത്താണ് ടൈം പോകുന്നത്. അതുകൊണ്ടല്ല ബാക്ക്വേർഡ് അല്ല, ഫോർവേഡ് ആണ്. ഫോർവേഡിലേക്കാണ് എപ്പോഴും സമയം പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതിന് ഒരിക്കലും നമുക്ക് ബാക്കിലേക്ക് ആക്കാനായിട്ട് പറ്റത്തില്ല ഒരു കാരണവശാലും. ഓക്കെ, ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ടൈം ഈസ് ആൻ ഇലൂഷൻ, ടൈം ഈസ് നോട്ട് അബ്സല്യൂട്ട്. സമയം എന്ന് പറയുന്നത് ഒരു ഇലൂഷൻ ആണെന്നാണ് ഐൻസ്റ്റീൻ്റെ ഇത്. കാരണം ഐൻസ്റ്റീൻ സയൻസിനകത്തെല്ലാം ആദ്യത്തെ തിയറി കൊണ്ടുവന്ന് റിലേറ്റിവിറ്റി തിയറി കഴിഞ്ഞിട്ട് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ഐൻസ്റ്റീനും, അത് കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങും, അവര് രണ്ടുപേരും നടത്തിയ പല പരീക്ഷണങ്ങളിലും അവര് രണ്ടുപേരും പറയുന്നത് ടൈം ഈസ് ആൻ ഇലൂഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അതിന്റെ ഒരു കാരണം പറയുന്നത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം മെക്കാനിക്സ് തിയറിയും വെച്ച് നോക്കുമ്പോൾ ടൈമിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ തിയറി തെറ്റാണ് എന്നുള്ള ഈ രണ്ട് തിയറിയും വെച്ചിട്ട് ടൈമിനെ നമ്മൾ നിർവചിക്കുമ്പോൾ അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതെന്താന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫിസിക്സില് പറയുന്നത് ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ടൈം ഈസ് In physics, time is defined as the measure of change in a physical quantity or a magnitude used to qualify the duration of events. Yes, thank you, sir. ഇത് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇത് എന്തെങ്കിലും ഒരു കാര്യം ആരംഭിച്ച് അത് കഴിയുന്നത് വരെ എന്തുമാത്രം ക്വാണ്ടിറ്റി ആണ് ഡ്യൂറേഷൻ, ആ ഒരു ഡ്യൂറേഷൻ അളക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാണ്ടിഫൈ ചെയ്യുന്നതിനുള്ളൊരു സംഭവമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയത്തിനകത്തുള്ളൊരു ഇലൂഷൻ എന്നല്ല പറഞ്ഞാല് പ്രകാശത്തിന്റെ വേഗത്തിൽ ഒരു വാച്ച് കെട്ടിയം അല്ലെങ്കിൽ ഇപ്പോഴും ആറ്റോമിക് വാച്ച് ആണെങ്കിൽ പോലും പ്രകാശത്തിന്റെ വേഗതയില്ല. പ്രകാശത്തിന്റെ സ്പീഡിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ അതിന്റെ ലൈറ്റും എത്തുന്നതിന് 8 സെക്കൻഡാണ് എടുക്കുന്നത്. ഇത് അപ്പം നമുക്ക് പ്രകാശത്തിന്റെ വേഗത്തിൽ ഒരു വാച്ച് പോവുകയാണെങ്കിൽ ഒരു അസെപ്ഷൻ ആട്ടോ, അതൊരു ഇതായിട്ട് ഇങ്ങനെ അതിന്റെ ഒരു തിയറിയിൽ നോക്കുകയാണെങ്കിൽ ആ സ്പീഡിനോട്, പ്രകാശത്തിന്റെ സ്പീഡിനോട് എത്തുന്നതോറും നമ്മുടെ വാച്ചിന്റെ ഇതിങ്ങനെ പുറകോട്ടേക്കായിട്ട് അതിന്റെ സമയം ഉണ്ടല്ലോ അനങ്ങാണ്ടാവും. സീറോയില് എത്രയാണെന്ന് പറഞ്ഞാൽ അതേ സമയത്തിൽ തന്നെ ആ വാച്ച് നിൽക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രകാശത്തിനേക്കാളും സ്പീഡ് കൂടുകയാണെങ്കിൽ ആ സമയം ബാക്കിലേക്കാവും. പ്രകാശത്തിന്റെ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ, അത് എന്നുള്ള ഒത്തിരി പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സിനിമയൊക്കെ ഉണ്ട്. 100-ലധികം ഇംഗ്ലീഷ് പടങ്ങൾ അതിനെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ബുക്സുകളും ഇറങ്ങിയിട്ടുണ്ട്. ഈ പാട്ട് ആർക്കെങ്കിലും ഒന്ന് പാടാനായിട്ടൊക്കെ സമയരഥങ്ങളിൽ? ഹലോ, സമയത്തിന്റെ സ്പീഡിലുള്ള ഒരു രഥം നമ്മുടെ ഉണ്ടെങ്കിൽ മറുകരത്തെ ലിറിക്സ് ഓർമ്മയില്ല സാർ.
പാടിക്കതേ എഴുതി വെച്ചിട്ടുണ്ട്. പൊരുളേ നീ കാത്തരുളീരണമേ. നെടുങ്ങും ഇരുണ്ട ശൂന്യാകാശം മാത്രം നിൽക്കുന്നു. നമുക്ക് സമയഗതങ്ങൾ അല്ലെ, നമ്മൾ ആ സമയത്തിന്റെ ഇതിനകത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രഥം ഉണ്ട് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വാഹനം ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഈ പറയുന്ന നമ്മളൊക്കെ മരിച്ചു ചെല്ലുമെന്ന് നമ്മൾ കരുതുന്ന സ്വർഗം അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഗാലക്സിയിലേക്കെല്ലാം നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും എന്ന് ഉള്ളതാണ്. ഈ പാട്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നല്ലേ, മരിക്കാൻ കിടക്കുന്ന സമയത്താണ്. ഇതൊന്ന് പാടാവോ ആർക്കെങ്കിലും? ഞാൻ പാടാൻ ശ്രമിക്കാം സാറേ. മതി. റേഞ്ച് കട്ടാവോന്നറിയില്ല. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. യാത്രയിലായതുകൊണ്ട് രണ്ടുപേര് പാടിയത് സാറേ. വേഗം നിന്നെ കാണും ഞാൻ രാത്രി ഓട്ടോടുന്നു മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. താങ്ക് യു മിനിമാം. ഇതിനകത്ത് മിനിമാമും രമാവതി മാമുമാണ് പാടുന്നത്. എൻ്റെ അടുത്ത് സാബു സാറെ പറഞ്ഞത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പാടാനായിട്ടെന്നാണ്. എല്ലാവരും പാടാൻ അറിയാമോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ ഇതിനകത്ത് പാട്ടില്ലാണ്ടിരുന്നൊരു ഇതായിരുന്നു. ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പാട്ട് ആടിയത് കയറ്റിയേക്കുന്നത്. ടൈം ഈസ് മണി, നേരത്തെ മിനിമം പറഞ്ഞൊരു പോയിന്റാണ്. ടൈം ഈസ് മണി. നമുക്ക് നമ്മൾ ഈ വലിയ ഈ ട്രെയിനിങ്ങും മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ എടുക്കുന്നവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സമയം എന്താന്ന് പറഞ്ഞാൽ അതെ പൈസയാണ്. അത് പൈസയാണെന്ന് പറയാനായിട്ടുള്ളൊരു കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എല്ലാവരും പൈസയുടെ പുറകെയാണ് ഓടണത്. അപ്പൊ സമയത്ത് പൈസയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സമയം ഒട്ടും വേസ്റ്റും ആക്കത്തില്ല, പാഴ് ആക്കത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാന്ന് സമയം പാഴാക്കുന്നവനാന്ന് പറഞ്ഞു. സമയം പാഴാക്കുന്നവനാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ വിഡ്ഢി. അത് വേണ്ട വിധം ഉപയോഗിക്കാത്തവൻ. എന്നാൽ സമയം വേണ്ട വിധം അറിഞ്ഞ് ഉപയോഗിക്കുന്നവൻ ആണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നല്ല പറഞ്ഞത്, സമ്പന്നൻ. ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് മണി എന്ന് പറയുന്നത്. ദ ടൈം ഇസ് മണി എന്ന് പറയുന്നത്. ഈ സമയം വേണ്ട വിധം ഉപയോഗിക്കുന്നവനാണ് ഈ ലോകത്തിൽ വലിയ സമ്പന്നൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട് ഗോൾഡൻ ടൈം. ഗോൾഡൻ ടൈം എന്നൊക്കെ പറഞ്ഞാലും എന്താണ്, സുവർണകാലം എന്നൊക്കെ പറയൂലേ നമ്മള്. അതൊക്കെ ഇന്ത്യയുടെ ഒരു സുവർണകാലമായിരുന്നു എന്നൊക്കെ പറയും അല്ലെ. നമ്മളെന്താ പറയാറുണ്ട്, നമ്മുടെയൊക്കെ എല്ലാം ചെറുപ്പത്തില് കുട്ടികളൊക്കെ ആയിട്ട് 15ഉം 16ഉം വയസ്സുള്ളപ്പോൾ അടിച്ചു പൊളിച്ച് നടന്ന കാലഘട്ടത്തിലൊക്കെ നമ്മളെ പറയാറുണ്ട് അതൊക്കെ നമ്മുടെ കാലം, അതൊക്കെ അന്ധകാലം, എന്തായിരുന്നു അന്ന് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അതേപോലെ തന്നെയാണ് പ്ലാറ്റിനം ടൈം എന്ന് പറയും. പ്ലാറ്റിനം ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. യോഗ
മെഡിറ്റേഷനും അഫർമേഷനൊക്കെ എടുക്കുന്നവര് പറയുന്നതാണ് രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെ, മുഹൂർത്തം എന്നൊക്കെ പറയും. രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷനും യോഗയും കാര്യങ്ങളൊക്കെ എല്ലാം അഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ്, ആ സമയത്തിനാണ് പ്ലാറ്റിനം ടൈം എന്ന് പറയുന്നത്. അതേസമയം ക്വാളിറ്റി ടൈമോ ആരൊന്ന് പറഞ്ഞത് എന്താണ് ക്വാളിറ്റി ടൈം? ഓക്കെ, ഞാൻ തന്നെ പറയാം, എല്ലാവരും ഉറക്കാണ് ഇവിടെ. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞതിൽ നമ്മൾ നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യയും കുട്ടികളും ഭർത്താവോ എല്ലാമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ഏത് സമയം ആണെന്നുണ്ടെങ്കിലും അതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്തിന് പലതിനും നമ്മൾ ആ സമയത്തെ എന്തിന് ഉപയോഗിക്കുന്നോ, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, അത് അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതിന്റെ പേര് എല്ലാം മാറും. പ്ലാറ്റിനം ടൈം വേറെ, ഗോൾഡൻ ടൈം വേറെ, ക്വാളിറ്റി ടൈം വേറെ. ആ സമയം നമ്മൾ നമ്മുടെ ഭാര്യയും കുട്ടികൾക്കൊക്കെ ആയിട്ട്, ഭർത്താവൊക്കെ ആയിട്ട്, വീട്ടിലെ അച്ഛൻ അമ്മ അവരൊക്കെ ആയിട്ടെല്ലാം ചെലവ് കഴിക്കുന്നു. കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണു പറഞ്ഞത്, ശാന്തയുടെ. ആർക്കെങ്കിലും അറിയാവോ? ശാന്ത കേട്ടിട്ടുണ്ടാവല്ലോ എല്ലാരും. ഹലോ ഹലോ, കടമ്മനിട്ടയുടെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും പാടാൻ അറിയാമോ? ഹലോ, എന്താണ് ഒരു ഉഷാറില്ലല്ലോ എല്ലാരും? കർപ്പൂരദീപ്. ഓക്കെ, ഞാൻ തന്നെ ഇത് ചെയ്യാം. ഓക്കെ, ഞാനത് ഇവിടെ പ്ലേ ചെയ്യാം. കർപ്പൂരദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ, നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ എന്റെ നെഞ്ചാകെയുഴിഞ്ഞുണർത്തുക. ഇല്ല നമുക്കായൊരു സന്ധ്യ, രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കിലും, വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിനർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്ക നാം. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കവിതയാണിത്. ഇത് വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന. ഇത് അവർക്ക് സമയമില്ല, രാവിലെ നമ്മള് കടമ്മനിട്ട വെളിപ്പും രാത്രി വീട്ടില് എത്തുമ്പോ, അപ്പൊ ഭാര്യയാണെങ്കിൽ അടുക്കളയിലൊക്കെ പണിയെടുത്ത് മുഷിഞ്ഞ വേർത്ത് ഈ കത്താത്ത വിറകൊക്കെ അടുപ്പത്ത് വെച്ച് അടുപ്പിൽ വെച്ച് ഊതി കത്തിച്ച് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കരി പിടിച്ച് പുക പരണ്ട ഒരു ജീവിതമാണ്. അപ്പൊ ആ സമയത്തും അപ്പൊ കടമ്മനിട്ട രാത്രിക്കാവും അവിടെ ചെല്ലുമ്പോ. അപ്പൊ ശാന്ത എന്ന് പറഞ്ഞാല് ഭാര്യയെ വെളിയിൽ വരുത്തി വീടിന്റെ മുറ്റത്ത് ഇരുത്തിയിട്ട് കടമ്മനിട്ട പാടിയൊരു കവിതയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പൊ ആ കവിതയില് അപ്പോ ഈ വിസ്മയം പോലെ അല്ലെ ലഭിക്കും നിമിഷത്തിന്, ആ നിമിഷത്തിന് അർത്ഥം കൊടുക്കുക, പൊലിപ്പിച്ച് എടുക്കുക. നമ്മളാണ് അതിനർത്ഥം കൊടുക്കേണ്ടത്. അത്രയ്ക്ക് ഇതൊരു വളരെയധികം വലിയൊരു അർത്ഥമുള്ളൊരു ഇതാണ്. നമ്മളിവിടെ മോട്ടിവേഷനിലൊക്കെ ഭയങ്കര പറയുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു ഇപ്പോഴത്തെ മോട്ടിവേഷൻ അതൊക്കെ പലരും പറയുന്നതാണ്. നമ്മൾ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡിങ് ചെയ്യണ കാര്യം. ഇതിനകത്ത് അന്ന് ഇതൊരു 40 വർഷം മുമ്പുള്ളൊരു കവിതയാണിത്. അന്ന് എഴുതിയേക്കുന്നതാണ്. എത്ര വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം. അവിടെ അവർക്ക് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ KFC-യോ അങ്ങനെയുള്ള വലിയ ഇതൊന്നും ഗിഫ്റ്റോ സമ്മാനങ്ങളോ അങ്ങനെയൊന്നുമില്ല കൊടുക്കാനായിട്ട്. പുള്ളിയെടുത്തുള്ളത് കവിതയുള്ളൂ. ആ കവിതയിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 വരിയും
4 ഭാര്യയല്ല, അടുത്തൊരു 4 ഭാര്യയും കൂടെ ഉണ്ട്. ഇത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പാടുന്നതാണ്. മാനത്തു നിന്നൊരു മാഞ്ചാടി, മാനിന്റെ കൊമ്പത്തു ചന്ദ്രക്കല, ചന്ദ്രക്കലമാനെ ചന്ദ്രക്കലമാനെ ചന്ദനം ചാലിച്ചു ചാഞ്ചാട്, ഈ തിരുമുറ്റത്തു നീ ചാഞ്ചാട്, എന്റെ ശാന്തയ്ക്കു ചുറ്റും നീ ചാഞ്ചാട്. അതായത് ആകാശത്തിരിക്കുന്ന ചന്ദ്രക്കലമാന്റെ അടുത്ത് താഴെ വന്നിട്ട് മാനിനെ പോലെ എന്റെ ശാന്തയുടെ ചുറ്റും നീ ചാഞ്ചാട്. അങ്ങനെ ഒരു കവിതയിലൂടെ ശാന്തയ്ക്ക് ഒരു സമ്മാനം അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, പവർ ഓഫ് നോ. നമ്മളിവിടെ ഇപ്പൊ പറയും ഈ നിമിഷത്തിന്റെ വില, പവർ ഓഫ് നോ. ഇന്നിൽ ജീവിക്കുക, ഇന്ന് ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നൊക്കെ. Yesterday is history, tomorrow is mystery. Present is present. ഇപ്പോഴത്തെ ഈ നിമിഷം നമുക്കൊരു സമ്മാനമാണ്, പ്രസന്റ് ആണ്, ഗിഫ്റ്റ് ആണ്. പ്രസന്റ് ഈസ് പ്രസന്റ്. ആ ഒരു വേർഡിന്റെ അർത്ഥം നോക്കിക്ക്. രണ്ട് കാര്യത്തിനതും ഒരു പേര് തന്നെയാണ് ഇട്ടേക്കണത്. പ്രസന്റ്, പ്രസന്റ് ഈസ് പ്രസന്റ്. നൗ, ഈ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞ ഈ നിമിഷത്തിലൊക്കെ ജീവിക്കാന്നല്ല പറയുമ്പോ നമ്മളത് ഓർക്കുമ്പോൾ ആ നിമിഷം അങ്ങോട്ടേക്ക്. അതായത് ഈ നൗ എന്ന് പറയുന്നത്, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് വലിയൊരു വലിയ ഒത്തിരി മണിക്കൂറുകളോ മിനിറ്റുകളോ കാലങ്ങളോ ദിവസങ്ങളോ ഒന്നുമല്ല. പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിന്റെയും ഫ്യൂച്ചറിനെയും. പാസ്റ്റ് വളരെ ലോങ് ആണ്, നമുക്കത് അറിയില്ല. ഫ്യൂച്ചറും ഭയങ്കര ലോങ് ആണ്, നമുക്കത് അറിയത്തില്ല. പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഉണ്ടോ? ഒരു മണിക്കൂറുണ്ടോ? ഒരു മിനിറ്റ് ഉണ്ടോ? ഇല്ല. പാസ്റ്റിനെയും പ്രസന്റിനെയും വേർതിരിക്കുന്ന ഒരു വെർച്വൽ ലൈൻ മാത്രമാണ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീതിയോ അല്ലെങ്കിൽ ഒത്തിരി സമയമൊന്നുമല്ല. പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൂചി പോലെ തന്നെ. ആ സൂചി ഇങ്ങനെ മാറുമ്പോൾ അതാണ് നമ്മുടെ 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 പ്രസന്റ്. ഇപ്പോഴേ നാട്ടിൽ ഇപ്പൊ 7:30 ആണെങ്കിൽ അതിങ്ങനെ മാറി 8 മണിയായി കഴിഞ്ഞാൽ ആ സമയമാണ് നമ്മുടെ നമ്മുടെ പ്രസന്റ്. അതിനകത്ത് ഈ ചിലരൊക്കെ ചിലപ്പം ആർഗ്യൂ ഒക്കെ ചെയ്യണതരാം. ഈ നിമിഷത്തിലൊക്കെ ജീവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കും, ആ നിമിഷം കഴിയും, പിന്നെ എങ്ങനെയാണെന്നൊക്കെ ഉണ്ടല്ലോ ചോദിക്കും. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ടൈം ഈസ് മണി. ഈ നിമിഷത്തില് അല്ലേ ജീവിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കരുത് എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിക്കുക എന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ പറയും സമയമായില്ല, അതിപ്പോ ചെയ്യണോ, നാളെ ആവട്ടെ, നാളെ കഴിഞ്ഞാവട്ടെ, പിന്നെ ആവട്ടെ എന്ന് പറയും. സമയമായില്ല, ഇനിയാവട്ടെ. ഈ സമയമായില്ല എന്ന് പറയുന്നവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും തിരക്കാന്ന് പറയും. എങ്ങനെയാണ് തിരക്കുണ്ടാകുന്നത്? തിരക്കാവുന്നത് അവരെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ചെയ്യാനായിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലാത്ത കാര്യങ്ങളെ മുമ്പോട്ടേക്കുണ്ടല്ലോ കൊണ്ടുവരും. ചെയ്യാൻ എളുപ്പമുള്ളത് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളത്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറകിലെ കിടക്കും. അവരാണ് പറയണത് സമയമായില്ല. പൗലോടൊരു കോട്ടുണ്ട്, വൺ ഡേ ഓർ ഡേ വൺ. ഒരു ദിവസം, അതായത് എന്തെങ്കിലും ഒരു ദിവസം എന്നാണോ നമ്മൾ പറയേണ്ടത്? ഡേ വൺ, ഇന്ന് തന്നെ, ആദ്യത്തെ ദിവസം തന്നെ. അങ്ങനെയാണോ? ഡേ വൺ എന്ന് വേണം നമ്മൾ കരുതാൻ. വൺ ഡേ അല്ല, ഏതെങ്കിലും ഒരു ദിവസം അല്ല. ഈ സമയമായില്ല പോലും പാട്ടുണ്ട് ആർക്കെങ്കിലും പാടാൻ? വാസവദത്താനൊരു പടം, വാസവദത്തിലല്ലേ സാറേ
സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ എന്താ പാടാൻ അറിഞ്ഞിട്ടാണ് മിണ്ടാൻ്റെ കൂടെ ഇരുന്നേ എത്രയും സമയം. അപ്പൊ ആ പാട്ടിന്റെ വരികളാണ് ഇതിനകത്തുള്ളത്. ആ അടുത്ത രണ്ടു വരിയും കൂടെ ഒന്ന് പാടാവോ? അതിന് ഒരിക്കലും ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, എന്നാൽ ഒരിക്കലും വരുന്നതിനൊരുക്കമില്ലേ. വരില്ല. പോയി കഴിഞ്ഞാൽ സമയം പോയി കഴിഞ്ഞാൽ പോയി, പിന്നീട് വരില്ല. തിരിച്ചു വരാനായിട്ട് ആന പിടിച്ചാൽ പോലും പോയ സമയം തിരിച്ചു വരില്ല. ഓക്കെ, ഈ സമയത്തെ പറ്റിയിട്ട് കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്. ഇത് നന്ന് വായിക്കാവോ? ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? വെരി നൈസ് ഡെഫിനിഷൻ ആണ്. Very nice definition of time. Time is deadly when you are sad. Time is endless when you are in pain. Yes. Time is long when you feel bored. Yes. Time is slow when you wait. Time is fast when you are late. Time is short when you are happy. Every time. Time is determined by your feelings and your psychological conditions and not by clocks. Yes. So don't be a slave of time. Yes. ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ അനുഭവിച്ചിട്ട് ഉള്ളതായിരിക്കും അല്ലേ? ഈ സമയത്തിന് നിങ്ങൾ പലപ്പോഴും പല രീതിക്കല്ലേ കണ്ടിരിക്കുന്നത്? അതെ സർ. ശരിയല്ലേ ഹനിതമ്മ? അതെ സർ. ഇത് അപ്പൊ ടൈമിനൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. നമ്മുടെ ഒരു ഇമോഷണൽ ഫീലിംഗും ആ ഒരു കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ടൈമിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം മാറിക്കൊണ്ട് ഇരിക്കും. സോ ഡോണ്ട് ബി എ സ്ലേവ് ഓഫ് ടൈം. നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത് പോലെ നമ്മൾ സമയത്ത് മുറിക്കുക. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ടൈം ഇങ്ങനെ മുറിക്കുകയാണ്. കത്തിയാണ് സമയം. അതിങ്ങനെ മുറിച്ച് അതായത് കാര്യങ്ങൾ നമ്മളിപ്പോൾ കാലത്ത് 8 മണി തൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണിക്ക് നമ്മളിങ്ങനെ ടൈം കട്ട് ചെയ്ത് നമ്മള് ടൈമിനെ കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സമയം കട്ട് ചെയ്യും. നമ്മളെ അത് കട്ട് ചെയ്ത് കളയും. നമ്മളും അതിന്റെ ഒരു അടിമയായി പോകും. നമ്മള് അതിന്റെ അടിമയല്ല ആവേണ്ടത്. നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ അടിമ ആവരുത്. നിങ്ങൾ അതിന് വേണം അടിമയാക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒരിക്കലും സമയത്തിന്റെ അടിമ ആവരുത്. നിങ്ങളുടെ അടിമ ആവണം സമയം. ഓക്കെ, നമുക്ക് ഈ നമ്മളിപ്പോ കഴിഞ്ഞ കാലമൊക്കെ ആരംഭിക്കുമ്പോൾ ഞാൻ ഇത്ര നേരം സമയത്ത് പറ്റിയിട്ടാണ് ടൈം മാനേജ്മെന്റ് ഒന്നുമല്ല എൻ്റെ ഇവിടുത്തെ ടോപ്പിക്ക്. നമ്മളിപ്പോ കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ടൊക്കെ നമ്മളൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. അന്ന് ഇയാളെ ചേർത്ത് പിടിക്കുമായിരുന്നു. അന്നും അയാൾ അങ്ങനെ ഒരു സഹായം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അന്നങ്ങനെ ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ അയാൾക്ക് ഒത്തിരി ഉപകാരം ആവുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിലെ പല ഉണ്ടാവും. നമ്മൾക്കിങ്ങനെ അന്ന് ആ ഒരു അവസരം ഇപ്പൊ നമ്മൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയ ഇന്നലകൾ തിരിച്ചു കിട്ടുമോ? ഒരു പാട്ടുണ്ട്, ഇന്നലകളെ തിരികെ വരുമോ. കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നോ?
ഇന്നലകളെ തിരികെ വരുമോ, കൂടെ വരുവാൻ ചിറകു തരുമോ? ഇന്നലകളെ തിരികെ വരുമോ, കനവിനഴകെ പിറകെ വരുമോ? ഒന്നു കാണാൻ കനവു തരുമോ, കൂടെ വരുവാൻ ചിറകു തരുമോ? ഇന്നലകൾ തിരികെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി തെറ്റുകൾ തിരുത്താമായിരുന്നു. ഒരിക്കലും അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് അറിയാമെങ്കിലും അല്ലെ, ചിലരെല്ലാം കൂടെ നിർത്താമായിരുന്നു. അന്ന് അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും തോന്നാറുള്ളതാണ്. അപ്പൊ ഇന്നലകൾ ഇങ്ങോട്ടേക്ക് വരില്ല. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാനായിട്ടൊക്കെ ഇന്നലകളിലേക്ക്, കാലങ്ങളിലേക്ക്, പഴയ കാലത്തിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഒക്കും. നിങ്ങളെല്ലാവരും PPT കാണുന്നുണ്ടെന്നൊക്കെ നല്ല തോന്നുന്നു. PPT കാണുക. ഓക്കെ, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. പശിയടങ്ങാതെ കരയുന്നൊരുണ്ണിക്ക് ഇലയിലൊരു ഓണം വിളമ്പണം. വളരുവാൻ അവസരം ഇല്ലാത്തൊരുണ്ണിക്ക് അറിവിൻ വെളിച്ചം തെളിക്കണം. പൊരുതും സഖാവിന്റെ സിരയിൽ ജ്വലിക്കും തീപ്പന്തമായി ചുവക്കണം. പുന്നാര മക്കൾ തെരുവിൽ ഉപേക്ഷിച്ച നെടുവീർപ്പുകൾക്ക് കാതോർക്കണം. കൈപ്പുനീരിറ്റിച്ച ഗുരുവിന്റെ വാക്കുകൾ മധുരമായി മാറിയെന്നറിയിക്കണം. തോൽപ്പിച്ചു വാശി പകർന്നൊരാ മിത്രത്തെ കണ്ടൊന്നു നന്ദി അറിയിക്കണം. നോവുമ്പോഴും പുഞ്ചിരിക്കും മുഖങ്ങളെ വേറിട്ടു തന്നെ അറിയണം. നീറും മുറിവിലെയുപ്പാകണം, മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം. നീറും മുറിവിലെയുപ്പാകണം, മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം. മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം. ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ ഇനിയൊന്ന് തിരികെ നടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ഈ കവിതയിൽ ഉണ്ടായിരുന്നു. നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥനോട് നന്ദി പറയുന്നത് തൊട്ട് ആളുകൾ തെരുവിൽ ഉപേക്ഷിച്ച കുട്ടികളെ അവരെ വരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു 100 കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. പക്ഷെ നമുക്ക് പോകാനായിട്ട് ഒക്കോ ഇല്ല. ഒരാളുടെ നല്ല സമയത്ത് അയാളുടെ കൈ പിടിച്ച് കുലുക്കുന്ന വെൽ ഡൺ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചിട്ട് കൈ പിടിച്ച് കുലുക്കുന്നതിലും ബെറ്റർ അവരുടെ മോശമായ സമയത്ത് അവരെ നമ്മുടെ ഉണ്ടല്ലോ ചേർത്ത് പിടിക്കുന്നതാണ്. അതിനാണ് തിളക്കം അധികം ഉള്ളത് അല്ലേ? ജയിക്കുമ്പോ കൺഗ്രാറ്റുലേഷൻ വാട്സാപ്പിനകത്തൊക്കെ മാത്രം മെസ്സേജസ് ആണ് വരുന്നത് നമുക്ക് അല്ലേ? കൺഗ്രാറ്റുലേഷൻ നമ്മൾ കൊടുക്കണത് മോശം ആയി കഴിയുമ്പോൾ ആ ഭാഗത്തേക്കും അന്വേഷിക്കില്ല ഒരാളും. ഓക്കെ, റോബിൻ ശർമ്മയുടെ ഒരു ബുക്കുണ്ട്, ഇത് പലരും വായിച്ചിട്ടുണ്ടാവും. ഒത്തിരി
കേട്ടിട്ടുണ്ടോ? ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നമ്മള് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മള് ആളുകളെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരൊക്കെ എല്ലാം ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ നമ്മൾ മരിക്കുമ്പോൾ എത്ര പേര് കരയാനുണ്ടാവും എന്ന് ഉള്ളതാണ്. ഞാൻ അതിന് ഇതിപ്പോ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഈ പല പല ക്ലാസ്സുകളിലും പലരും എടുക്കുന്ന ഒരു വിഷയമാണിത്. അതിന് ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റുവാണിത്. ഇപ്പൊ ബുക്കിന്റെ പേരൊന്ന് നോക്കിക്കേ. Who will die when you cry. നമ്മളൊന്ന് കരഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ. റോബിൻ ശർമ്മ എഴുതിയേക്കണത് ഞാനൊന്ന് മറിച്ചു വിട്ടെന്ന് ഉള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അറിയാം, ജയലളിത, MTR, കരുണാനിധി, അണ്ണാദുരൈ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ അനുയായികളൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണത്. ജയലളിത ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴും അവിടെ 7 മരണമാണ് ഉണ്ടായത്. അപ്പൊ ആരും മരിക്കും, നമ്മളൊന്ന് കരഞ്ഞ, നമ്മളൊന്ന് നിലവിളിച്ച, നമുക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ളവരും ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കരയുമല്ല, അല്ലേ? മരിക്കുമ്പോൾ എത്ര പേരെ കരയിപ്പിക്കാമെന്നും ഉള്ളതല്ല. നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറുമായിട്ടുള്ള കുറെ കൂട്ടുകാരെ നമുക്കുണ്ടോ എന്നുള്ളൊരു പരിശുദ്ധമാണ്. കാലം എപ്പോഴും ശുദ്ധമാണ്. കാലം മോശം കാലം അങ്ങനെയൊന്നുമില്ല. കാലത്തിനൊരു കുഴപ്പമില്ല. ഈ കാലഘട്ടം പാസ്റ്റിനെയും വരാൻ പോകുന്ന ഈ ലോകത്തിന്റെ ഈ യൂണിവേഴ്സ് ഉണ്ടായ കാലം തൊട്ടുള്ള ഈ ഒരു കാലഘട്ടത്തെ നടുവെ രണ്ടായി പിളർത്തിയ യേശുദേവൻ, അല്ലേ? നമ്മൾ BC എന്നും AD എന്നും പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചത് യേശുദേവന്റെ പേരിലാണ്. 33 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആള് ദൈവം. ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിച്ചാണ്. സ്വയം കുരിശും മരണം ഏറ്റുവാങ്ങിയതാണ് യേശുദേവൻ. ഇത് ഇപ്പൊ നമുക്കൊന്നും പോലെയൊക്കെ ആവാനായിട്ടെല്ലാം പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്തുമാത്രം നല്ല കാര്യങ്ങളും നന്മകളും പറഞ്ഞിട്ടാണ് പോയത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കുറച്ചെങ്കിലും സാധ്യമാക്കാൻ പറ്റിയാൽ നല്ലത്. ഓക്കെ, നമ്മള് ഈ യേശുദേവന്റെ കാര്യമൊക്കെ ഇപ്പൊ എല്ലാം പറഞ്ഞെങ്കിലും 2000 വർഷം മുമ്പ് വന്ന് വലിയ ഒത്തിരി അനുയായികൾ ഉണ്ടായി. അപ്പൊ കാലത്തെ അതിജീവിച്ച ഒരാളാണ് യേശുദേവൻ. ഇനിയും വരാനിരിക്കുന്നു യേശുദേവൻ. ഇനിയും വരും. ആ ഒരു കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു കാലത്തിലേക്കാണ് എല്ലാവരും, ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ആ ഒരു കാലം യേശുദേവൻ തിരിച്ചെത്തും. ഇസ്ലാമിലും ഉണ്ട്. ഈസ എന്നാണ് ഇസ്ലാമില് ഖുർആനകത്തെ പറയുന്നത്. ഈസ എന്നാണ്. ഈസ നബിയാണ്. അദ്ദേഹം ഇനി അടുത്ത് ഈ ലോകാവസാനത്തിന്റെ ഒരു സമയത്ത് തിരിച്ചു വരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് കാലത്തും അതിജീവിച്ചവരാണ്. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെ? നിങ്ങൾ PPT നോക്കണ്ടോന്ന് നോക്കട്ടെ ഞാൻ. നിങ്ങൾ വേറെ വല്ലയിടത്തിലാണോ? വേറെ വല്ലയിടത്തിലേക്കും പോയോ? ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്താണ് പറയണേ? ആർക്കെങ്കിലും അറിയാമോ? എല്ലാരും ഫോട്ടോ ക്യാമറ കിളിയുടെ കണ്ണിൽ നോക്കുക, അല്ലെ? കിളിയുടെ കണ്ണിൽ നോക്കുക. ഇത് ദ്രോണാചാര്യർ അർജുന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അർജുന് ആ കിളിയുടെ
കണ്ണിലേക്ക് അമ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അർജുന്റെ അടുത്ത്, നീ എന്താണ് കാണുന്നത്? അപ്പൊ വേറെ എല്ലാരും പറയും പക്ഷിയെ കാണുന്നുണ്ട്, ഇലകൾ കാണുന്നുണ്ട്, മരങ്ങൾ കാണുന്നുണ്ടെന്ന്. പക്ഷെ അർജുനൻ പറഞ്ഞത് ഞാൻ കണ്ണു മാത്രമാണ്. ഈ ഒരു പടത്തിനകത്ത് നന്ദനത്തിനകത്താന്നേ തോന്നുന്നു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നെല്ലാം പറയുന്ന പോലെ അർജുനൻ പറയുന്നുണ്ട് ഞാൻ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. അപ്പോ ദ്രോണാചാര്യര് പറയുന്നൊരു ഉപദേശമുണ്ട്, കാണേണ്ടത് മാത്രം കൃത്യമായി വ്യക്തമായി കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കാലത്തെ അതിജീവിക്കുന്ന ഒരു പോരാളിയായിട്ട് മാറാനായിട്ടാണ് അർജുനെ കൊടുക്കണ ഉപദേശം. നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഡെയിലി ഉണ്ടാവും, ഒത്തിരി ഡിസ്റ്റർബൻസും അവിടെ നിന്ന് ഒത്തിരി ഉണ്ടാവും. നമ്മുടെ ചിന്തകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനായിട്ട് ഉണ്ടാവും ഡേ ടു ഡേ ലൈഫിനകത്ത്. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ മാത്രം മുന്നിൽ കണ്ടു എല്ലാവിധ ഡിസ്റ്റർബൻസിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് എന്നുള്ളൊരു ഇത് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന്റെ അടുത്ത് ഗാന്ധാരി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എൻ്റെ ഒരു കുഞ്ഞ് വെച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആർക്കറിയാം? ആർക്കെങ്കിലും അറിയാമോ? ഹലോ? ഇല്ല. കൃഷ്ണൻ പറയുന്നത് സ്വന്തം അമ്മയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത ആളെ, നമ്മളിവിടെ പേരന്റിങ്ങിന്റെ എല്ലാം ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞാണ്, സ്വന്തം അമ്മയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത ആളെ ഒരു ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ലെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഗാന്ധാരി എടുത്ത് കൃഷ്ണൻ പറഞ്ഞത്. അതേസമയം ധൃതരാഷ്ട്രയെ പറയുന്നുണ്ട്, എനിക്ക് 100 മക്കളുണ്ടായിരുന്നു, നീ ആ 100 മക്കളും കൊല്ലപ്പെട്ടു, എന്താണ് കാരണം എന്നുള്ളത്. അന്നേരം കൃഷ്ണൻ പറയുന്ന ഒരു മറുപടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തിന് അറിയാം ഏത് സമയത്ത് ഏത് കണ്ടീഷനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതിന്റെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ മരണം ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കൗരവരുടെ മരണം ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇനി അവരങ്ങോട്ടേക്ക് ജീവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ഒരു യുദ്ധവും ഇവരുടെ മരണമെല്ലാം ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ ആ കാലഘട്ടത്തിനകത്ത് നടക്കാനുള്ളതൊക്കെ നടക്കും. സംഭവാമി യുഗേ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇത് തന്നെ ഖുർആനിനകത്തെ കാലത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കാലം തന്നെയാണ് സത്യം. അതായത് സൂറ അൽ സിർ എന്നാണ് പറയുന്നത്, 103-ാമത്തെ അധ്യായം ഖുർആനൊക്കെ. അതിൻ്റെ അകത്തൊരു അധ്യായത്തിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് കാലം എന്നാണ്. കാലം എന്ന് പേര് കൊടുത്തിട്ടുള്ളൊരു അധ്യായമുണ്ട് ഖുർആനകത്ത്. അതാണ് അൽ അസ്ർ. അതിൻ്റെ അകത്ത് പറയുന്നത് കാലം തന്നെയാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്തുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് മരിച്ചതെന്ന്, അല്ലെ? എങ്ങനെയാണ് മരിച്ചത്? വണ്ടി ഇടിച്ചാണോ? തൂങ്ങി ചത്താണോ? തല്ലിക്കൊന്നാണോ? അസുഖം വന്നാണോ? പലതും ചോദിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും അന്വേഷിക്കുക എങ്ങനെയാണ് നീ ജീവിക്കണമെന്ന്. നിനക്ക് പൈസ ഉണ്ടോ? നിനക്ക് സമ്പാദ്യമുണ്ടോ? നിന്നെ നോക്കാൻ ആൾക്കാരുണ്ടോ? മക്കളുണ്ടോ? മക്കള് നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? മരുന്ന് മേടിക്കുന്നുണ്ടോ? മരുന്ന് മേടിക്കാനുള്ള പൈസ ഉണ്ടോ? ഒരാളും അന്വേഷിക്കില്ല. മരിച്ചു കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെയാ മരിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നിന്റെ ചെലവുകളെല്ലാം കഴിഞ്ഞു പോകണമെന്നൊക്കെ ചോദിക്കാനായിട്ട് ആൾക്കാർക്ക് പേടിയ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വന്നാലോ. അതുകൊണ്ട്
ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മുടെ കാലം ഒരു കാലവും സ്ഥിരമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ ഭരണം മാറും. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചത്. പിന്നീട് കോൺഗ്രസ്സുകാരായി, പിന്നീട് BJP വന്നു. ഇപ്പൊ ജൂൺ 4 അറിയാം ഇനിയിപ്പോ ആരാണെന്നുള്ളത്. അപ്പൊ കാലം മാറി വരും. ഒരു കാലവും എക്കാലത്തേക്കും ഇല്ല, അതിങ്ങനെ മാറിയിരിക്കും. ഈ പാട്ട് ആരാണ് പാടുന്നത്? കാലം മാറി വരുന്നുള്ളത്. ഹലോ, റോയ് സാറൊന്നും മിണ്ടണില്ലോ. അബ്ദുൾ റഹീം, സാറേ 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 ഒത്തിരി പേരുണ്ടല്ലോ. സാറേ ആ, എന്റെ ചാർജും തീരാനായ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം. ഓക്കെ. കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വറ്റിക്കരയാകും, കര പിന്നെ കടലാകും, കഥ ഇതു തുടർന്നവരും. ട്യൂണ് കുറച്ച് തെറ്റാണ്, എന്നാലും ഓക്കെ. തുടർന്നവരും. താങ്ക് യു സാർ. താങ്ക് യു മാം. ഇങ്ങനെ നിങ്ങളെ പോലുള്ളവർക്ക് ഉള്ളത് നന്നായി. അപ്പൊ ഈ ഒരു കാലവും എക്കാലത്തേക്കില്ല അല്ലേ? കാലം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നാളെ എവിടെ ഒരു പുഴ 30 കൊല്ലമായിട്ടൊരു പുഴ ഒഴുകണില്ലായിരുന്നു, ഉണങ്ങിയിരിക്കുമായിരുന്നു. ഇപ്പൊ ഇന്നാളത് അടുത്ത ഇടയ്ക്ക് ആ പുഴ ഒഴുകി തുടങ്ങി. പിന്നെ അല്ലേ, നമ്മള് പാടൂല്ലേ, ഇനിയും പുഴയൊഴുകും, ഇനിയും കുളിർക്കാറ്റോടി വാലും. എല്ലാം മാറിക്കൊണ്ട് ഇരിക്കും. ഓക്കെ, പാടിയാണത്. ഓക്കെ, ഒരു കാലവും ഒരുപാട്. ഒരു മിനിറ്റ്. നമ്മളെ വാരി പുണരും, വലിച്ചെറിയും, കനവുകൾ തരും, സ്വപ്നങ്ങളെ തരും, കണ്ണീരും തരും. എന്നിട്ടോ ചിലപ്പോൾ അത് നമ്മളെ വലിച്ചെറിയും. അപ്പൊ അത് നമുക്ക് ചില സമയത്ത് സങ്കടങ്ങളുണ്ടാവും, ദുഃഖങ്ങളും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ആകാശപ്പൂവാടി തീർത്ത് തരും, പിന്നെ അതിനുള്ളിൽ അരക്കില്ലം പണിത് തരും. അരക്കില്ലം എന്തിനാണ് പണിത് കൊടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ? പാണ്ഡവർക്ക് വേണ്ടിയിട്ട് കൗരവര് പണിത് കൊടുത്തത്, അവരെ കൊല്ലാനായിട്ട്. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല, ഈ സമയവും കടന്നു പോകും. ഈ കടന്നു പോകുമ്പോൾ ചില ഓർമ്മകളും പോകും, ചില ഓർമ്മകളും കടന്നു പോകും, ചില ആളുകളും കടന്നു പോകും. ഈ ഒരു പാട്ടുണ്ട് നമ്മൾ നേരത്തെ കേട്ടത്, ഈ ചൊട്ട മുതൽ ചുടല അതെ. അതിൻ്റെ അകത്ത് പിന്നത്തെ അടുത്ത 4 വരിയില് പാടുന്നത് കാലൻ കോഴികൾ കൂയി. നിങ്ങള് കാലെന്ന് അല്ലേ കേട്ടിട്ടുണ്ടോ? നമ്മുടെ എല്ലാം മരണം എടുക്കുമ്പോൾ നമ്മുടെ ജീവൻ കൊണ്ടുപോകാനായിട്ട്, നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുടെ പേരാണ് കാലൻ. എന്തുകൊണ്ടാണ് ആ
കാലൻ എന്നുള്ളൊരു പേര് കൊടുത്തേക്കണേ? കാലം, നമ്മൾ പറയും കാലം, അവന്റെ കാലം കഴിഞ്ഞു, കാലം ചെയ്തു എന്ന് പറയും. ക്രിസ്ത്യൻസിലൊക്കെ ഉള്ള അവരെല്ലാം വലിയ ആളുകളെല്ലാം മറ്റേ ലീഡേഴ്സ് ഒക്കെ അവരുടെയൊക്കെ ചെയ്യുമ്പോൾ മരണപ്പെട്ട് കഴിയുമ്പോൾ മരിച്ചു എന്നല്ല പറഞ്ഞത്, കാലം ചെയ്തു. മാർപ്പാപ്പ, പോപ്പ്, തിരുമേനിമാര് അവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ പറഞ്ഞത് കാലം ചെയ്തു, അതായത് കാലം. അപ്പൊ എന്താണ് കാലത്തിന്റെ അർത്ഥം? പിന്നെ കാലൻ, നമ്മുടെ ജീവനെ പിടിക്കാൻ വരുന്ന ആൾക്ക് എന്തുകൊണ്ടാണ് കാലൻ എന്ന് പേര് ഇട്ടിരിക്കുന്നത്? ഈ കാലവും കാലനുമായിട്ട് എന്താണ് ബന്ധമുള്ള? ആ ജീവിച്ചിരിക്കുന്ന ആളുടെ കാലം കഴിഞ്ഞു അല്ലേ? അപ്പൊ അവന്റെ കാലം കഴിക്കാൻ വരുന്ന ആളാണ് കാലൻ. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടാണോ, നമ്മുടെ ഇവിടെയുള്ള ആരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല, നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത വീട്ടിൽ നിന്ന് ചിലപ്പോ കേട്ടണം, എടാ കാലമാടാന്ന് കേട്ടിട്ടുണ്ടോ? ഉള്ളിൽ നിന്നൊരു വിളി കേൾക്കാം, എടാ കാലമാടാ എന്നൊക്കെ. കേട്ടിട്ടുണ്ടോ? കേട്ട് കാണുമായിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ ഈ കാലൻ, കാലമാടൻ, കാലം, കാലൻ, കോഴി, സമയം, സായാഹ്നം, അന്നേരം, ഇന്നേരം, നല്ല കാലം, ഇതിനൊക്കെ ഈ ശുഭ മുഹൂർത്തം അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ശുഭ മുഹൂർത്തം, രാഹുകാലം, ഈ രാഹുകാലത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? രാഹുകാലം കാണുമായിരിക്കുമല്ലോ അല്ലേ? രാഹുകാലത്തിൽ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ആരെങ്കിലും ഉണ്ടോ വിശ്വസിക്കുന്നവര്? ഉഷാകുമാരി മാം ഇല്ല എന്ന് പറയുന്നുണ്ട്. എനിബഡി എൽസ്? വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാർക്കൊക്കെ രാഹുകാലത്തിൽ വിശ്വസിക്കണ്ടെന്നോ ഇല്ലാന്ന് പറയാനൊക്കെ. ഈ രാഹു കാലം കഷ്ടകാലം. ഒരു കാലവും കഷ്ടമല്ല, കാലമെല്ലാം പരിശുദ്ധമാണ്. കാലം എല്ലാം പരിശുദ്ധമാണ്. കാലം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവമാണ്. ദൈവം പരിശുദ്ധമാണ്. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതും പരിശുദ്ധമാണ്. അതിനെല്ലാം കഷ്ടകാലം മോശമൊക്കെ ആക്കുന്നത് ആളുകളാണ്. ആളുകളാണ് മാറേണ്ടത്, കാലമല്ല മാറേണ്ടത്. കാലത്തിന്റെ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ വീണ് കസേരയിലോ തലയിലൊക്കെ എല്ലാം തല ഇടിക്കുമ്പോൾ ആ കസേരക്കെട്ടൊന്നും അടിക്കും, കൊച്ചിനെ ഇതാക്കാനായിട്ട് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റിക്കഴിയുമ്പോൾ അതൊക്കെ സമയദോഷമാണ്. സമയം മാറി, സമയദോഷമൊക്കെ മാറി എന്നെല്ലാം പറയും. ഈ രാഹുകാലം എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. രാഹുകാലം ഇപ്പൊ തന്നെ രാഹുകാലം നോക്കിക്ക, നാമപത്രിക ഇലക്ഷനെ കൊടുത്തേക്കണവരൊക്കെ ഉണ്ട്. ഈ ശുഭമുഹൂർത്തങ്ങളും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഈ കൊടുത്തേക്കണവർ എത്ര പേരൊക്കെ ജയിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. നോക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ രാഹുകാലമൊക്കെ നോക്കിട്ടെ പത്രിക കൊടുത്തേക്കണവര് തോറ്റവരുണ്ടെന്നുണ്ടല്ലോ. അന്വേഷിക്കുക. നിങ്ങൾ ഈ രാഹുകാലമൊക്കെ നോക്കിയാണല്ലോ കൊടുത്തേ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ ഉള്ളത്. ഈ സമയം അധികമായി കൂടുതൽ അതേ പറ്റിയിട്ട് പറയണില്ല. ഈ
അതായത് ഒരു ദിവസത്തിൽ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറാണ് രാഹുകാലം വന്നത്. ഇത് രാഹുവും കേതും പാമ്പാണ്. പാമ്പിന്റെ ബോഡിയും മനുഷ്യന്റെ തലയായിട്ടുള്ള ഒരു സംഭവമാണ് രാഹു കേതു എന്ന് പറയണത്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നിങ്ങൾക്കൊരു ഉപദേശം എന്നുള്ള രീതിക്ക് പറയാൻ ഉള്ളത് ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളത്തെല്ലാം വിശ്വസിച്ച് നിങ്ങളുടെ ഇനിയുള്ള കാലമെങ്കിലും പാഴാക്കരുത്. നിങ്ങൾ ദൈവത്തിലും വിശ്വസിച്ചോ. ദൈവം ഉണ്ടാക്കിയതാണ് കാലം എന്ന് ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാലവും നല്ലതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്തേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അബദ്ധങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കാലത്തിനെ പഴി ചാരരുത് എന്നുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് പങ്കജ്ദാസിന്റെ ഒരു ഗസലുണ്ട്. പങ്കജ്ദാസ് ഒത്തിരി ഗസലെല്ലാം പാടിയിട്ടുണ്ട്. അതിനകത്ത് എന്തായത് ചിട്ടി ആയി എന്നുള്ള ഉണ്ട്. പിന്നെ അടുത്ത് സബ്കോ മാലൂം ഹേ മേ ഷറാബി നഹി, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗസലുകൾ പോലെ പാടിക്കുന്ന അദ്ദേഹത്തിന്റെ സമയം എന്നൊക്കെയാണ് അർത്ഥം. സമാന നിക്കലോന ബേനക്കാബ്, നമ്മുടെ മുഖം മൂടി, മാസ്ക്. നമ്മൾ കൊറോണ കാലഘട്ടത്തിനകത്തൊക്കെ മാസ്ക് വെക്കില്ലേ, അല്ല, അത് ആ മുഖം മറയ്ക്കുന്നതിനാണ്. അതായത് പർദ്ദ. ഈ അറബി പെണ്ണുങ്ങളൊക്കെ, മുസ്ലിങ്ങളൊക്കെ എല്ലാം നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ അപായ മുഖം മറയ്ക്കല്. ഇത് കൊറോണയ്ക്കൊക്കെ ഒരു 30 കൊല്ലം മുമ്പ് ഇറങ്ങിയേക്കണ ഗസലാണിത്. പക്ഷെ അത് കൊറോണ കാലഘട്ടത്തിനകത്ത് അത് ഒത്തിരി ഒത്തിരി അർത്ഥവത്തായിരുന്നു. ഇത് ഈ നമ്മൾ മുഖം മൂടി എടുത്ത് മാറ്റരുത്. കാലഘട്ടം വളരെ മോശമാണ്. ഇപ്പൊ റേപ്പിങ് നടന്നത്, ഇവിടെ ഒരിടത്തൊരു റേപ്പിംഗ് ഉണ്ടായി. അപ്പം 2 പെണ്ണുങ്ങളെ പോവായിരുന്നു. ഒരു പെണ്ണ് വളരെയധികം ഇങ്ങനെ ഫാഷണബിൾ ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ട്, ഇങ്ങനെ മുട്ടു വരെയൊക്കെയുള്ള ഇതൊക്കെ ഇട്ട് ശരീരത്തിന്റെ പകുതി ഭാഗം കാണിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. വേറെ ഒരു പെണ്ണ് അപായമായിരുന്നു ഇട്ടിരുന്നത്. കുറച്ച് ആണുങ്ങൾ പോയിട്ട് പിടിച്ചത് ഈ ഈ ഈ ഇങ്ങനെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്ന പെണ്ണാണ്. മറ്റേ പെണ്ണ് ഓടിപ്പോയി. ഇതെന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളെ എല്ലാം ഇങ്ങനെ ഉള്ളവർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അപായ ഇട്ടുകൊണ്ട് പോവും. നിങ്ങൾക്ക് ജമാന ഖരാബ് എന്നാണ് പറഞ്ഞത്. ഈ കാലഘട്ടം ക്യാ ഹോങ്കെ ഹം ഖരാബ്, ജമാന ഖരാബ് ഹെ. നമ്മൾ കാലഘട്ടം മോശമാണ്, അത് നമ്മളും അത്രയും മോശമാണ്. അതിനേക്കാൾ മോശമാവാനായിട്ട് നമ്മളെ കൊണ്ട് ആവത്തില്ല. നമുക്ക് കാലഘട്ടത്തെക്കാൾ മോശമാവാനായിട്ട് നമ്മളെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തെ മോശമാക്കുന്നത് നമ്മൾ എന്തുമാത്രം മോശമാവുന്നു അത്രയാണ് കാലഘട്ടവും മോശമാവുന്നത് എന്നാണ് പങ്കജദാസ് പറയുന്നത്. ഓക്കെ.
കാലം പകർന്നാടുന്ന തനിയാവർത്തനങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ, ഇവിടെയല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, മുഖങ്ങൾ മാത്രം മാറുന്നു. അല്ലെങ്കിൽ തന്നെ ഇരകൾക്കെല്ലാം ഒരേ മുഖങ്ങളല്ലേ? വേട്ടക്കാരുടെ ഭാവപകർച്ചയിൽ എന്തു വ്യത്യാസം? കഥയാഴങ്ങളിൽ കടലൊളിപ്പിച്ച കാലം പിന്നെയും കടന്നുപോകും. നിസ്സഹായതയുടെ സ്വയം വരിച്ച ആത്മീകത്തിനുള്ളിൽ ഉള്ളുരഞ്ഞ മുറിവേറ്റ മിഥുനങ്ങൾ നോവാവർത്തനങ്ങളിൽ പിടഞ്ഞങ്ങനെ. അതും കാലത്തിന്റെ മറ്റൊരു ക്രൂരമായ തമാശ. നമ്മളിലൂടെ കടന്നുപോകുന്ന കാലം, നമ്മളെങ്ങനെയോ അങ്ങനെ തന്നെയാണ് കാലവും. ഓക്കെ, ടൈം ടു സേ ഗുഡ് ബൈ. നിങ്ങളടുത്ത് ബൈ ബൈ പറയാൻ സമയമായി. ഓക്കെ, ഇത്ര നേരം കണ്ടിരുന്ന കേട്ടിരുന്ന എൻ്റെ ഒപ്പം പാട്ടുകൾ പാടി എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു. സാബു സാർ എവിടെ? ഞാൻ 1-2 അഡീഷൻസ് പറയട്ടെ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും. സാബു സാറേ, ഹലോ സാബു സാർ, കേൾക്കുന്നില്ല? ഹലോ. എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഒന്ന് കമന്റ് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഹലോ. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സാബു സാർ. പ്രസാദ് സാർ, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും സാറ് വളരെ നന്നായിട്ട് പ്രതിപാദിച്ചു. അതിൽ 1-2 കാര്യങ്ങളും ആഡ് ചെയ്താൽ കുറച്ചും ഉഷാറാവുമായിരുന്നു. അതായത് കാലത്തെക്കുറിച്ചും നമ്മളെ നൊസ്റ്റാൾജിയ, അതായത് 1-2 പാട്ടില്ലേ, ഓത്തുപള്ളിയിൽ അന്നു ഞമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഇതൊന്ന് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അല്ലാമ ഇക്ബാലിന്റെ ഓ കാകഷ്കി കഷ്കി ഓ ബാരി കേട്ടപ്പോ എല്ലാരും പോയോ? ലൗട്ടാ ദോ മേരാ ഓ ബച്പൻ കാ സാവൻ. കേട്ടോ? അതുപോലെ തന്നെ വാല്യൂ ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ട്. ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 year, ആസ്ക് എ സ്റ്റുഡന്റ് ഹു ഫെയിൽഡ് എ ഗ്രേഡ്. ടു റിയലൈസ് ദ വാല്യൂ ഓഫ് 1 month, ആസ്ക് എ മദർ ഹു ഗേവ് ബർത്ത് ടു എ premature baby. To realize the value of 1 week, ask the editor of a week or newspaper unable to produce within time. To realize the value of 1 hour, ask lovers who are waiting to meet. Similarly, to realize the value of 1 minute, ask a person who missed the train or a flight. To realize the value of 1 second, ask a person who just avoid an accident. ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ചിലപ്പോൾ ആക്സിഡന്റ് നിന്ന് രക്ഷപ്പെടും ചെയ്യാം, അതിൽപ്പെടും ചെയ്യാം. To realize the value of 1 millisecond, ask a person who lost gold medal in Olympics. Okay, thank you. Thank you, sir. സാറ് പറഞ്ഞത് നമ്മൾ ടൈം മാനേജ്മെന്റ് എല്ലാം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിനകത്തൊക്കെ എടുക്കുന്നതാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഞാൻ അതിനകത്തേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാലത്തെ പറ്റിയിട്ടാ, കാലം മെയിനായിട്ട് ഞാൻ അങ്ങനെ ഒരു കാലത്തെ പറ്റിയിട്ട് പറഞ്ഞോളാം. പിന്നെ അതിനകത്തേക്ക് കുറച്ചും കൂടെ പാട്ടുകൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പാട്ടെല്ലാം കൂടി കയറ്റി വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അത് ഞാൻ ഇതായിട്ട് മാറ്റിയെടുത്താണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഒരു കവിതയാണോ? കാലത്തിൻ കണ്ണാടിയിൽ കൂടി ഞാൻ നോക്കിയിടുമ്പോൾ കാണുന്നു നാനാവർണമയമായി. താങ്ക് യു സാർ. താങ്ക് യു.
അമ്മമ്മൊക്കെ പാടി ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിനകത്ത് എനിക്ക് കാണുന്നില്ലായിരുന്നു എല്ലാവരും. അത് കുറച്ച് PPT ഷെയർ ചെയ്യാനെല്ലാം കുറച്ച് പാടുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. റോയ് സാർ. ഏതായാലും ഈ കാലത്തെ കുറിച്ച് ഒത്തിരി ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുവാൻ സാറിന്റെ ഈ ക്ലാസ്സിന് സാധിച്ചു. ഒന്നത് നമ്മൾ എന്താണ് കാലം അല്ലെ സമയം എന്നതിനെ കുറിച്ചൊന്ന് നിർവചിക്കാനായിട്ട് ആലോചിച്ചപ്പോൾ അത് ഇപ്പോൾ നിർവചിക്കാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം, ആ ഡെഫിനിഷൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. ഫീലിംഗ് ആൻഡ് സൈക്കോളജിക്കൽ കണ്ടീഷൻ. ഓക്കെ, ഒരാളുടെ ടൈമിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഈ കാലം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും എല്ലാം വളരെ അർത്ഥവത്തായി സാറ് ഇവിടെ വിവരിച്ചു. അതിലെല്ലാം വളരെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് അതിനെ ഒരു സംഗീതത്തിന്റെ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു. കാരണം കാലവുമായി ബന്ധപ്പെട്ട് സംഗീതത്തിനുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അത് വളരെ ഭംഗിയായി സാർ അത് സെലക്ട് ചെയ്ത് അവതരിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് പാടാനുള്ള ആൾക്കാരോ അതുപോലെ തന്നെ വളരെ ബിസി ആയിപ്പോയി. ഞാനും ഇച്ചിരി ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വിഷ്വൽസ് കാണിക്കാതിരുന്നത്. എങ്കിലും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ എനിവേ ഇത്രയും ഭംഗിയായി എടുത്ത ഈ വിഷയത്തിന് വളരെ കറതീർന്ന ഒരു ക്ലാസ് ആയിരുന്നു. കാരണം അതിന് ഇനി വേറെ ഒന്നും പറയാനില്ല. പക്ഷെ അതൊരു സാറിനും ഒരു ഇതായിപ്പോയി തോന്നുന്നു. കാരണം ആരും അധികം റെസ്പോണ്ട് ചെയ്യാൻ ആളിലുണ്ടായിപ്പോയി. ഓക്കെ, എനിക്കും റെസ്പോണ്ട് ചെയ്യാമായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഓക്കെ, എനിവേ ഒത്തിരി നാൾ കൂടി സാറിൻ്റെ ക്ലാസ് വളരെ ഭംഗിയായ ഒരു ക്ലാസ് ആയിരുന്നു. അതിനെ വളരെ ഈ കാലത്തെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോഴും അവശേഷിക്കുക. സാറ് പറഞ്ഞ ചില കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അപ്പോൾ കാലത്തിൻ്റെ ഒരു ഭാഗം, ഈ ടൈം മാനേജ്മെന്റിനൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അതുപോലെയല്ലേ. കാലത്തെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും ചില ഗാനങ്ങളും അതിൻ്റെ മീനിങ്ങുകളും പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ ബൈബിളും ഖുറാനും മറ്റേ ഹിന്ദു ഗീത ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ കാലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി കാലത്തെക്കുറിച്ച് വേറെ ടച്ച് ചെയ്യാനുള്ള ഒരു ഭാഗവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേ സാർ, വളരെയധികം അഭിനന്ദനങ്ങൾ. ഒത്തിരി നാൾ കൂടി സാറിൻ്റെ വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇനിയിപ്പോൾ ജോസഫ് സാറാണ് സാറിനെ ഞായറാഴ്ച എടുക്കുന്നത്. അപ്പം ഇന്ന് സാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നാളെ അടുത്തൊരു മാം ഉണ്ടായിരുന്നു, സുചിത്രമ്മ. അപ്പം ആ മാമിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പം ഇന്ന് എടുക്കുന്നു. അപ്പം ഇന്ന് പെട്ടെന്ന് മാമിനും വേറെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനിത് വേറൊരിടത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയേക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അതിനകത്ത് ഇത്തരം പാട്ടുകളൊന്നുമില്ല, അതിനകത്ത് പാട്ടുകളില്ലാത്തൊരു ഇതായിരുന്നു. പാട്ടുകളെല്ലാം കാര്യങ്ങൾ കുറേ ഫിലോസഫി പറയാന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് മാറിയിട്ട് ഇതിനകത്ത് കുറച്ച് പാട്ടുകൾ, അപ്പോൾ പാട്ടുകൾ പ്ലേ ചെയ്യിക്കണ്ടെന്നും പറഞ്ഞു. സാബു സാറേ, പാട്ടുകൾ പ്ലേ ചെയ്യിക്കണ്ട, പാട്ടുകൾ ആൾക്കാരെ എല്ലാവർക്കിടത്തും പറഞ്ഞ പാടിക്കാം, ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പം എല്ലാവരും പാട്ടെന്ന് പറഞ്ഞു. പാടാനുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ പാടാനായിട്ട് എല്ലാവരും ഇല്ലായിരുന്നു. പാടുന്ന 2-3 പേര് മാത്രം പാടി നമ്മളെ ഹെൽപ്പ് ചെയ്തു. എന്തായാലും അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ പ്ലേ എൻ്റെ അടുത്ത് അത് ഇതുണ്ടായിരുന്നു. അത് പറ്റി ഓമന ആരാണ്? ഓമനമ്മ. ഹലോ ഓമനമ്മ, എന്ത് പറ്റിയല്ലേ? നമുക്ക് ആർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇതാ ലീവ് ആക്കാം.
സാബുസാറിനെ കാണുന്നില്ല. സാബു സാർ, ഹലോ ഉമന മാം, ഉമന മാം കേൾക്കുന്നുണ്ടാവല്ലോ. ഓക്കെ, ഇവിടെ സാബു സാർ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ലീവ് ചെയ്താലോ? ലീവ് ചെയ്യാം. ജോർജ് സാറേ, ജോർജ് സാറും പോയി. ഓക്കെ, ഞാനും ലീവ് ചെയ്യാണ്. സാർ എവിടെ പോയി? അപ്പൊ നെറ്റ് പോയത് പറഞ്ഞോ സാർ. നെറ്റ് പോയി. ഓക്കെ ഓക്കെ, കഴിഞ്ഞായിരുന്നു. സാറിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ സാർ. അപ്പം ഞാൻ സാറിനെ ഹോസ്റ്റ് ആക്കിയായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കംപ്ലൈന്റ് വരും. ഓ, അപ്പം എല്ലാവരും പാട്ടൊക്കെ പാടി. യെസ്, ജോർജ് സാർ പറയും. താങ്ക് യു സാർ. ബർസാദ് സാറേ, ഞാന് ഒരു ഓട്ടത്തിലായിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടെ മുഴുവനും കൂടാൻ പറ്റിയില്ല. എന്നാലും കാലത്തെ അതിജീവിക്കുന്ന, കാലത്തിന്റെ പ്രതിസന്ധികളെ കാലോചിതമായി അനുഭവിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി ടിപ്സ് ആയിരുന്നു സാർ ഇതെന്ന്. ഇത് കാലാകാലങ്ങൾ നിലനിൽക്കുമെന്നുള്ളതിന് സംശയമില്ല. കാലഘട്ടത്തിന്റെ പരിപൂർണതയിൽ ഇത് അവിടം വരെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെളിച്ചം പകരുന്ന വലിയൊരു ദീപസ്തംഭം എന്ന് തോന്നുന്ന വിധത്തിൽ അനുഭവപ്പെട്ടു. പലതും മുറിഞ്ഞ കേൾക്കാനിട വന്നു യാത്രയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാറ് ചോദിക്കുന്നതിന് ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും പറ്റിയില്ല. വളരെ നല്ല അനുഭവങ്ങളായിരുന്നു സാർ. ഒത്തിരി സന്തോഷവും നന്ദി അറിയിച്ച് നിർത്തുക. താങ്ക് യു സാർ. മുറിഞ്ഞുള്ള എന്റെ പറച്ചിലും സാറിന്റെ മുറിഞ്ഞുള്ള ഇന്റർനെറ്റും കൂടെ അപ്പൊ പകുതിയായിരിക്കും സാറിനെ കേൾക്കാൻ പറ്റും. യാത്രയിലായിപ്പോയി. ഒന്ന് അടിമാലി വരെ പോയായിരുന്നു. ഓ, ഓക്കെ. സുഖല്ലേ? ആരോഗ്യമൊക്കെ? കുഞ്ഞുമോനെ കൊണ്ടുവരാൻ വേണ്ടി പോയതാ. നോക്കണ്ട, എത്തി നോക്കണ്ട. നോക്കണ്ട, അവരൊക്കെ എൻജോയ് ചെയ്യും. ഓക്കെ സാറേ, താങ്ക് യു. ഞാൻ ഇങ്ങനെ പാട്ടുകാർ കുറവായിപ്പോയി. തുടക്കത്തിലും ഞാനിത് ഷെയർ ചെയ്തതിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒത്തിരി പാട്ടുകാരെ കിട്ടാറുണ്ടായിരുന്നു. ഓക്കെ സാർ, കുഴപ്പമില്ല. എന്തായാലും നടന്നല്ലോ. താങ്ക് യു. ഒരു അവസരം തന്നതിനൊക്കെ സാബു സാറിനും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ലീവ് ചെയ്യാൻ നമുക്ക് ലീവ് ചെയ്യാട്ടോ. സാബു സാർ വീണ്ടും പോയി തോന്നുന്നു ഇല്ലേ? അവിടെ ഉണ്ട്. വേറെ എന്തോ ഇതിനെക്കാട്ടോ ഓട്ടാണ്. എല്ലാരും ഓട്ടാ സാറേ. അതെ, കാലത്തിനേക്കാളും സ്പീഡിലാണ് ആൾക്കാർ ഓടണേ. അത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണല്ലോ സാറേ, ഓട്ടപ്പാച്ചിൽ. കാലത്തിന് പോലും ഇത്ര സ്പീഡിലെന്ന് പറഞ്ഞു. ഓക്കെ, ശരി.
കുട്ടികളും